ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് പ്രവാസത്തിന്റെ വിവിധ തലങ്ങളിൽ ഒട്ടേറെ മനുഷ്യ ജീവിതങ്ങൾ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പ്രതിസന്ധികൾ പലതും സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം ഘട്ടങ്ങളിൽ നിസ്സഹായമായി മാറുകയാണ് പലരും. ഇരകൾ ഞങ്ങളെ സമീപിച്ച് പറയുന്ന പരാതികളും പരിഭവങ്ങളും, ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ മുൻ എപ്പിസോഡുകളിൽ അബുദാബിയിലെ ഒരു പ്രവാസി ബിനു എന്ന തങ്കച്ചി നൽകിയ പരാതി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ആ ഫയലിലേക്ക്. ഇത് ബിനു എന്ന തങ്കച്ചി, തിരുവനന്തപുരം സ്വദേശി. ബിനുവിന്റെ വാക്കുകൾ ഇങ്ങനെ. എൻ്റെ പേര് ബിനു എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞാനിവിടെ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. എനിക്ക് സുഖമില്ലാത്തൊരു 10-24 വയസ്സുള്ള മോനുണ്ട്, സുഖമില്ലാത്ത. ആ മോന് ഞാനാണ് ജോലി ചെയ്ത് കൊടുക്കണം. ഞാനും ഒരു അസുഖക്കാരിയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ പേര് കവിത എന്നാണ്. അവളുടെ ഞാൻ എൻ്റെ ദുഃഖ കഥകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എന്നോട് പറഞ്ഞ്, ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഒരു മനുഷ്യൻ ശംസുദ്ദീൻ സലീം ഇങ്ങനെ ഒരു സ്കൂൾ വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി 20,000 ദിർഹംസ് ഇടണം, അവനും 20,000 ദിർഹംസ് ഇടും. അങ്ങനെ 40,000 ദിർഹംസ് വെച്ച് ഇങ്ങനെ സ്കൂൾ വണ്ടി ശംസുദ്ദീൻ സലീം പറഞ്ഞ് സ്കൂൾ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ 5,000 രൂപ ഒരു മാസം കിട്ടും. അതിൽ 2,500 അവനും 2,500 എനിക്കും വേണ്ടി ഞാൻ എൻ്റെ അനിയത്തിയോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി എൻ്റെ മോനും എനിക്കും വേണ്ടി ജീവിക്കാനല്ലേ എന്നും പറഞ്ഞ് അവൾ കണ്ട നാട്ടുകാരിൽ നിന്ന് മൊത്തം സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് പണയം വെച്ച് എനിക്ക് പൈസ ഇവന് കൊടുത്തു. അതാണ് ഇവിടെ പ്രസക്തം. സ്ത്രീകളുടെ നിസ്സഹായത എവിടെയും വിലാപമായി മാറുകയാണ്. എനിക്ക് നാട്ടിൽ കടക്കാരക്കാരനെ എനിക്ക് വയ്യ. ഞാനും എൻ്റെ മോനും അസുഖക്കാരാണ്. എനിക്ക് ഈ പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുന്നിൽ മരണമേ ഉള്ളൂ. ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ വളർത്തും? ഞാൻ ഈ വയ്യാത്ത കൊച്ചിനെ ഞാൻ എങ്ങനെ വളർത്തേണ്ടത്? നിങ്ങൾ പറഞ്ഞതാ. ഇനി ഒരു പെണ്ണിനും ഇതേപോലുള്ള കണ്ണീര് വരരുത്. ഒരു ആണിനല്ല അവൻ പറ്റിച്ചത്, ഒരു പെണ്ണിനെയാ പറ്റിച്ചത്. ആ പെണ്ണിന്റെ വേദന അവൻ കേൾക്കണം. ഇവനാണ് ഒരു മോനുണ്ടായിരുന്ന എന്റെ മോൻ അച്ഛനില്ല. ഞാൻ ഒറ്റയ്ക്ക് അന്നും ഇന്ന് ജോലി ചെയ്ത് എന്റെ മോനെ ഞാൻ നോക്കുന്ന. എന്നെ പറ്റിക്കണമെങ്കിൽ ഇവൻ ആരായിരിക്കണം? എന്റെ മോൻ ആശുപത്രി കിടന്നിട്ട് വരെ ഞാൻ പറഞ്ഞു, നീ 500 രൂപ വെച്ച് എനിക്ക് 500 രൂപ വെച്ച് നീ തന്നാൽ മതി. എന്റെ വീട്ടിൽ കടക്കാരെ ശല്യം കാരണം എനിക്ക് സഹിക്കാൻ വയ്യ. അതുപോലും അവൻ തരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവ നല്ല സുഖിച്ച് നല്ല ഇതായിട്ട് ഇവ ഇന്ന് ജീവിക്കുകയാണ്. ഞാനാ ഇന്ന് കരഞ്ഞോട്ട് നടക്കുന്നത്. എനിക്ക് ഈ പൈസ എനിക്ക് ഈ പൈസ എംബസിക്കാരെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് ഞാൻ 100% വിശ്വസിച്ചാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ആ പൈസ എനിക്ക് കിട്ടണം. കാരണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോനെ ഞാനും മരണത്തിലേക്ക് ഞങ്ങൾ പോകും. അത്രയ്ക്ക് എനിക്ക് വേദനയുണ്ട്. ഞാൻ കക്കൂസ് കഴുകിയും കണ്ട എച്ചിപ്പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാണ്. എനിക്കത് കിട്ടിയാലേ ഒക്കുള്ളൂ. എന്നാൽ ശംസുദ്ദീൻ സലീമിന്റെ ഭാഗം കൂടി നാം കേൾക്കേണ്ടതുണ്ട്. തനിക്ക് ഹൃദയാഘാതം വന്നു. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ടെലിഫോൺ സ്വിച്ച് ഓഫ്. ആരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇത് തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉളവാക്കാൻ കാരണമായി. ഇതിൽ ആരെയും താൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ സന്ദർഭങ്ങളിൽ ആരായാലും തെറ്റിദ്ധരിക്കുമെന്നും ശംസുദ്ദീൻ സലീം പറയുന്നു. പണം നൽകിയവർ ഫോൺ ചെയ്തപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ശംസുദ്ദീൻ സലീം വിശദീകരിക്കുന്നു. ഞങ്ങൾ ശംസുദ്ദീൻ സലീമിന്റെ ആ ആവശ്യം അംഗീകരിച്ചു. ദുബായ് സ്റ്റുഡിയോവിൽ ശംസുദ്ദീൻ സലീം എത്തുകയും ബീന എന്ന തങ്കച്ചിയുടെ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. ഞാൻ അതിന് മറുപടി പറയേണ്ട. ഞാൻ 3 പ്രാവശ്യമായിട്ട് 16,000 രൂപ അവരെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് കിടന്ന് അലച്ച പെണ്ണും പിള്ളേരെ അല്ല വാങ്ങിയത്. അവർ ഞാനുമായിട്ട് യാതൊരു ഇടപാടുമില്ല. കൂടെ ഉണ്ടായിരുന്ന കവിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് വേറൊരാൾ വശം വഴിയാണ് അവരെ മുട്ടുകയും ഞാൻ അവരെ നിന്ന് 3 പ്രാവശ്യമായിട്ട്, അതായത് 3ാമത്തെ പ്രാവശ്യം 6,000 രൂപ വാങ്ങുന്ന 5,500 രൂപ വാങ്ങുന്ന ടൈം വാങ്ങിപ്പോകുന്ന വഴിയിലാണ് എനിക്ക് അറ്റാക്ക് വരുന്നത്. ഞാനതോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ഇവർ വിളിക്കുമ്പോൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ടെലിഫോൺ ബന്ധാണ്. അപ്പം ആരായാലും അവിടെ ഒരു തെറ്റിദ്ധാരണ വന്ന് കൂടാന്നില്ല. കാശ് താൻ വാങ്ങിയിട്ടുണ്ട്, ആ തുക തിരികെ തരാം, എന്നാൽ അത് ഗഡുക്കൾ അനുവദിക്കണം. ഇതാണ് ശംസുദ്ദീൻ സലീം നേരത്തെ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൻ്റെ ഈ ആവശ്യം ആരും കേട്ടില്ല.
4 മാസങ്ങൾക്കകം കാശ് തിരികെ അടക്കാം എന്ന് ഉറപ്പു നൽകി. ഇത് സംബന്ധിച്ച് ടൈപ്പിംഗ് സെന്ററിൽ നിന്നും രേഖ ഉണ്ടാക്കാം എന്നും പറഞ്ഞു. ഇതൊന്നും ഫലപ്രദമായില്ല എന്നാണ് ഷംസുദ്ദീൻ സലീമിന്റെ പരാതി. ഞാൻ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് ഈ പൈസയുടെ തുക ഞാൻ എഴുതി തരാം. എഴുതി തന്ന് രണ്ട് പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട് നിങ്ങളുടെ പൈസയൊന്നും പോവില്ല, ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്നെ പൊക്കി. എല്ലാവരും കൂടെ 5 പേരുണ്ടായിരുന്നു. ഒരു കാറിനകത്ത് ഈ 2 പെണ്ണുങ്ങൾ എല്ലാം ആൽക്കോഹോൾ അടിച്ച് ഫിറ്റാണ്. എന്തായാലും ഞാൻ പെട്ടുപോയി. ഇവരെ കാറിനകത്ത് ഞാൻ കയറിപ്പോയി. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾക്കിടയിൽ ഇത്തരം ഇടപാടുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം വേണ്ടത്ര രേഖകൾ കയ്യിൽ സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. ഏത് സാമ്പത്തിക ഇടപാടിനും അടിസ്ഥാന രേഖകളോ ചെക്കുകളോ അനിവാര്യമാണ്. നിയമപരമായ പരിരക്ഷയാണത്. എന്നാൽ പിന്നീട് പ്രശ്നത്തിലെത്തിക്കുമ്പോൾ ഈ ഇടപാടുകളും മറ്റും ഈ രേഖാമൂലം തെളിയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബീന എന്ന തങ്കച്ചി പറഞ്ഞതിൽ അവർക്കൊരു തുക നൽകാനുണ്ട് എന്നത് വസ്തുതയാണ്. അത് താൻ അംഗീകരിക്കുന്നുവെന്നും ഷംസുദ്ദീൻ സലീം പറഞ്ഞു. മാക്സിമം ഒരു 4 മാസം കൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ വാങ്ങിയത്. നമുക്ക് ഈ കളങ്കം പറയേണ്ട കാര്യമല്ല. കാരണം എൻ്റെ അടുത്ത് ചോദിക്കുന്നവരടുത്ത് എല്ലാവരടുത്തും ഞാൻ എന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കേസുമായി ഇനി എന്നെ ആരും വിളിക്കാനും പാടില്ല. ഞാനിപ്പോൾ ഓൾറെഡി കാരണം എനിക്ക് വധഭീഷണിയാണ്. ഞാൻ ഓൾറെഡി കാലിദിയ പോലീസ് സ്റ്റേഷനിൽ 15ഓളം പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എനിക്കിനി എവിടെ വെച്ച് ബുദ്ധിമുട്ടുണ്ടായാലും അപ്പോൾ പോലീസിന് ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ പിന്നീട് ഗൗരവമുള്ള പരാതികളായി ഉയർന്നു വരാറുണ്ട്. അപ്പോൾ പ്രതിവിധി എന്ന നിലയിൽ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ആവശ്യം ഉയർന്നു വരുന്നു. ഷംസുദ്ദീൻ സലീമിന്റെ വാക്കുകൾ ഇവിടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുന്നു. താൻ തിരികെ പണം നൽകാമെന്ന ഷംസുദ്ദീൻ സലീമിന്റെ വാദഗതി. ഇതാണ് ബീനു എന്ന തങ്കച്ചിയുടെ പരാതിക്ക് മറുപടിയായി ഷംസുദ്ദീൻ സലീം പറയുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നത് തന്നെയാണ് ഷംസുദ്ദീൻ സലീമിന്റെ ആഗ്രഹം. ഹൃദ്രോഗിയാണ്, സുഖമില്ലാത്ത ആളാണ് എന്ന് പറയുന്ന ഷംസുദ്ദീൻ സലീം തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ദുഃഖിതനാണ്. ഇവരെവിടെയൊക്കെ പോയി? മീഡിയയിൽ പോയി, എംബസിയിൽ പോയി, കേരള സോഷ്യലിസ്റ്റ് സെന്ററിൽ പോയി, അവസാനം നമ്മുടെ ചാനലിലും വന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ള സ്കൂളുകൾ നമ്മൾ ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ അവിടെയൊക്കെ നടന്ന് നമ്മളെ നാറ്റിക്കാനുള്ള ശ്രമം. ഇവരെ പരിപാടി നിരന്തരം ഞാൻ ഏത് കമ്പനിയിൽ ഒരു ജോബ് ചെയ്യാൻ പോയോ അതിൻ്റെ പിറക്കെ ആ കമ്പനിയിലൊന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ അവിടെ ഞാൻ അങ്ങോട്ട് പോവില്ല. ഒരു കമ്പനിയിൽ 7000 പെട്ട് കിടക്കേ നാണക്കേട് എഴുതി പോകുന്നില്ല. വഴി തടയക്കം, ആളിനെ പിക്ക് ചെയ്യാൻ പോകുന്നിടത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാം. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഓരോ ഡ്രൈവർമാർ കൊണ്ടുവന്നിട്ട് പറയണത് നീയല്ലേ ഇത്? പുറത്തിറങ്ങാൻ വയ്യാതെ എത്ര ദിവസം ഞാൻ പണിക്ക് പോലും പോകാതെ കിടന്ന് അവസാനം പ്രകാശ് ഭായിയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പ്രകാശ് ഭായി മധുവിനെ വിളിക്കുന്നത് കേരള സോഷ്യൽ സെന്ററിൽ. ഞാൻ പണിക്ക് പോകാതെ റൂമിൽ കയറി കിടക്കുകയായിരുന്നു. ഇപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ലോക്കൽ അഡ്വക്കറ്റുമായിട്ട് ഈ 2 സ്ത്രീകളുടെ സ്പോൺസർമാരെ കാണാൻ പോവേ. താൻ ചില ചതികളുടെ ഇരയാണെന്നും അതൊക്കെ കേസിലാണെന്നും ഷംസുദ്ദീൻ സലീം പറയുന്നു. സംഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തയ്യാറാണ്. പക്ഷെ അതൊക്കെ നേരായ വഴിക്ക്, അതായത് തൻ്റെ സ്പോൺസറും മറ്റും ഇടപെട്ടുകൊണ്ടുള്ള ഒരു വഴിക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാതെ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് ഷംസുദ്ദീൻ സലീമിന്റെ വാദം. തൻ്റെ സ്ഥാപനത്തിന്റെ ഉടമ പ്രദീപ് പല തവണയായി ബിനു എന്ന തങ്കച്ചിക്ക് ഈ പണം നൽകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഒരു പോംവഴിയാണുള്ളത്. താൻ നൽകാനുള്ള പണം തിരികെ നൽകാം. പക്ഷേ അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് മാത്രമേ ആവുകയുള്ളൂ. മാത്രവുമല്ല, താൻ നൽകിയ രേഖകൾ മുഴുവനും തിരിച്ചു നൽകണം. ഇതാണ് ഷംസുദ്ദീൻ സലീം ഒടുവിൽ വെക്കുന്ന നിബന്ധന. അടുത്ത പരിപാടി ഞാൻ പറയുന്നില്ല, ഇവർ ഇത് സ്റ്റോപ്പ് ചെയ്യുക. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? ഈ ഇറങ്ങിക്കയറി എന്നെ നാണം കെടുത്താന്നുള്ള ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതിലാരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ കമ്പനിയെ ബന്ധപ്പെടാതെ ഒന്നും പറയാൻ പറ്റില്ല. കാലിദിയ പോലീസ് സ്റ്റേഷനിലുള്ളവരും കൂടെ തീരുമാനിക്കും പൈസ ഇനി എവരെ കൊടുക്കണം. ഞാനുമായിട്ട് കൊടുത്താൽ ശരിയാവില്ല. വേറെ എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരായാലും എൻ്റെ വീട്ടുകാരും എന്നെ ഇത് വിശ്വസിക്കണം, എൻ്റെ കൂട്ടുകാരും എന്നെ വിശ്വസിക്കണം. ഇതാണ് ഇതിൻ്റെ സത്യം. ഞാൻ അല്ലാതെ യാതൊരു ഇതും എവരുമായിട്ടില്ല ഈ പൈസ സംബന്ധമായി ഈ ഇടപാട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. എന്നെ ആദ്യം കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരും എൻ്റെ ഈ ആദ്യം ബസ് എടുത്തിരുന്ന എൻ്റെ ബസ് പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പോൾ പൈസയില്ല, ബസ്സുമില്ല, അവരുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക്
ഇതേ പറയാനുള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഇവരൊക്കെയാണ്. ഈ പെണ്ണുങ്ങൾ ഉൾപ്പെടെ 15ഓളം ആൾക്കാരുണ്ട്. ഷംസുദ്ദീൻ സലീമിന്റെ ആവശ്യം ഇതാണ്: താൻ തുക തിരികെ നൽകാം, പക്ഷേ തന്റെ ബ്ലാങ്ക് ചെക്കുകളും പാസ്പോർട്ടിന്റെയും എമിറേറ്റ്സ് ഐഡിയുടെയും കോപ്പികളും തിരിച്ചു നൽകണം. ഇത്തരം എല്ലാ രേഖകളും തിരിച്ചു നൽകിയാൽ മാത്രമേ സംഭവങ്ങൾ ഒത്തുതീർപ്പിലാവുകയുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, പല സാമ്പത്തിക ഇടപാടുകളും അവസാനം എത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. സാമ്പത്തിക ഇടപാടിലും അത് എത്ര ചെറുതായാലും വലുതായാലും വിശ്വാസ്യത ഒരു വലിയ ഘടകമാണ്. അത് ഇല്ലാതായാൽ പിന്നെ എവിടെയും ഒന്നും ചെന്നെത്തുകയില്ല. അടുത്തത് ട്രാവൽ ഫോക്കസ്. ഗൾഫ് ഫോക്കസ് വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിന്റെ റിപ്പോർട്ടുകൾ. ശ്രീലങ്കയിലെ കൽപ്പിടിയിലെ ഡോൾഫിൻ തിമിംഗല കാഴ്ചകൾ. ഡോൾഫിനെയും തിമിംഗലത്തെയും കാണാനായി നടുക്കടലിലേക്കുള്ള ബോട്ട് യാത്ര. ജനുവരി മുതൽ മാർച്ച് വരെയാണ് കടൽ വിനോദ സഞ്ചാരം. അപ്പോഴേക്കും തിമിംഗലവും ഡോൾഫിനും കടലിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനായി പ്രത്യേക ബോട്ടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലെ കൊളംബോയിലെ കൽപ്പിടിയിലെ നടുക്കടലിലേക്കുള്ള യാത്ര. ഈ യാത്രകളിൽ ഡോൾഫിനും തിമിംഗലവും നമ്മുടെ കാഴ്ചയ്ക്ക് മുന്നിൽ. ഉപദ്രവിക്കാനോ അലോസരപ്പെടുത്താനോ അനുവാദമില്ല. ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണിത്. നടുക്കടലിൽ 30 മിനിറ്റ് നേരത്തേക്കുള്ള കടൽ യാത്രയാണിത്. സിലോൺ റേഡിയോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്ന ആദ്യകാല സിലോൺ റേഡിയോ. പുതിയ തലമുറക്ക് ഇതൊരു അത്ഭുതമാവില്ല. എന്നാൽ പഴയ തലമുറക്ക് സിലോൺ റേഡിയോ എന്ന് കേട്ടാൽ തന്നെ ഗൃഹാതുരത്വമാണ്. കാരണം ആ തലമുറയുടെ ചെറുപ്പങ്ങളിൽ സിലോൺ റേഡിയോ ഒരു ആവേശമായിരുന്നു. സിലോൺ റേഡിയോ എന്താണെന്ന് അറിയാത്ത നാളുകളിൽ നമ്മുടെയൊക്കെ ഹൃദയ താളുകളിൽ സിലോൺ റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ ജോക്കികളും അവരുടെ സംഭാഷണങ്ങളും ഇതൊക്കെ ഹൃദ്യസ്ഥമായിരുന്നു ആ നാളുകളിൽ. ലോകത്തിലെ ആദ്യത്തെ റേഡിയോ ആയ BBC ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ സിലോൺ റേഡിയോ ആരംഭിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷനായിരുന്നു സിലോൺ റേഡിയോ. ലോകത്തിലെ രണ്ടാമത്തത്. സിലോൺ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് കീഴിലായിരുന്നു സിലോൺ റേഡിയോ. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു വാർത്താ വിനിമയ മാർഗമായിരുന്നു. അത്ഭുതമായിരുന്നു ഇന്ത്യക്കാർക്കടക്കം ഏഷ്യക്കാർക്ക് അന്നത്തെ റേഡിയോ സിലോൺ. ശ്രീലങ്കയ്ക്ക് പുറത്തുള്ള ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളാണ് അന്നൊക്കെ സിലോൺ റേഡിയോ കേട്ടുകൊണ്ടിരുന്നത്. പഴയ സിലോൺ റേഡിയോയിലെ താരങ്ങൾ നിരവധിയാണ്. അവരൊക്കെ മൺമറഞ്ഞു പോയി. എങ്കിലും ശ്രീലങ്കയിലെ കൊളംബോയിൽ കാലുകുത്തുമ്പോൾ ആ പഴയ സിലോൺ റേഡിയോയെക്കുറിച്ചും ആ സിലോൺ റേഡിയോയിലെ പഴയ മലയാള ഗാനങ്ങളെക്കുറിച്ചും അറിയാതെ ഓർത്തുപോകുന്നു. പഴയ ഗാനങ്ങൾ അത് സിലോൺ റേഡിയോയിൽ നിന്നും തന്നെ ഒഴുകിയെത്തുമ്പോൾ നാം പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. ആ പഴയ സിലോൺ റേഡിയോ ആണ് ഇന്ന് ശ്രീലങ്ക റേഡിയോയെ മാറിയത്. എങ്കിലും ആ പഴയ ഭാവ സൗകുമാര്യവും ജനകീയ പക്ഷവും ശ്രീലങ്ക റേഡിയോയിലും നിലനിൽക്കുന്നുണ്ട്. പലതും ഉപേക്ഷിച്ചാണ് പ്രവാസം ആരംഭിക്കുന്നത്. ഉറ്റബന്ധുക്കൾ, കൂട്ടുകാർ, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഇങ്ങനെ വിലമതിക്കാനാവാത്ത ജീവിതത്തിലെ വളരെയേറെ വൈകാരികതയുള്ള ഒട്ടേറെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. അതൊരു മാനസികാഘാതമായി മാറുകയാണ് പ്രവാസ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ. പരിചയമില്ലാത്ത ചുറ്റുപാട്, അറിയാത്ത ഭാഷ, ഇവിടെ നിന്ന് വരുന്ന സഹപ്രവർത്തകർ, റൂമിലെ ഏകാന്തത, നാട്ടിലെ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുള്ള മാനസിക പിരിമുറുക്കവും, തിരികെ എപ്പോൾ പോകുമെന്നറിയാത്ത ഉത്കണ്ഠ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളിൽ ചെന്നെത്തുന്ന രാത്രികൾ. പ്രവാസി മലയാളികളുടെ മാനസികാവസ്ഥ വളരെയേറെയാണ്. ഇതേക്കുറിച്ചുള്ള മനഃശാസ്ത്ര വിശകലനം. പ്രവാസികളുടെ മാനസിക സമ്മർദ്ദം കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമൂഹ്യ ജീവിതം കുറവാണ്. ഇവിടെ സോഷ്യൽ ലൈഫില്ല. അതിൻ്റെ ഒരു കാരണം മുഖ്യമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. ഒരു അനിശ്ചിതത്വം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിയുണ്ട് ഒരാൾക്ക്. നാട്ടിലൊക്കെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അവർ മിക്കവാറും റിട്ടയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മരിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ജോലി തീരുക. ഇവിടെ അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും ജോലി പോവാം.
ഇപ്പോൾ ഒരാൾക്ക് നാട്ടിൽ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ജോലി പോവുക, അല്ലെങ്കിൽ ജോലി പോകുന്നുള്ള ഒരു പേടി തന്നെ വലിയ പ്രശ്നമാണ്. പിന്നെയുള്ള സാമ്പത്തിക പ്രശ്നം. ആളുകൾ സാമ്പത്തികമായിട്ടൊരു ലാഭം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലും ഇവിടെ വരുമ്പോൾ ചിലവ് കൂടുന്നു, അതനുസരിച്ച് സാമ്പത്തികമായിട്ട് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ കുറച്ച് പേരിലെങ്കിലും കാണുന്ന ഒരു പ്രശ്നമാണ് മദ്യപാനം. കുറേ പേരിലെങ്കിലും ഉണ്ട്, അതും ഒരു പേര് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ കുറേ ലോണ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇവിടുത്തെ സ്ട്രെസ് ലൈഫ് കുറച്ച് കൂടുതലാണ്, സ്ട്രെസ് ലെവൽ. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബാധിക്കാം. ഇപ്പോൾ ശാരീരികമായിട്ടാണെങ്കിൽ ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷർ കൂടുക, അതല്ലെങ്കിൽ വയറ്റിലെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവാം. ഈവൻ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ജോലിയിൽ കോൺസെൻട്രേഷൻ കുറയാം. പിന്നെ ആവശ്യമില്ലാതെ ദേഷ്യം വരിക, മറ്റുള്ളവരോട് പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകാം, ഉറക്കത്തെ ബാധിക്കാം. ഇങ്ങനെ പല പ്രശ്നങ്ങളും ശാരീരികമായിട്ടുണ്ടാവാം. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ പലർക്കും ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം, ഈ മാതിരി അവസ്ഥകളൊക്കെയാണ് പോവുക. ബാരിസ്റ്റേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ ലൈഫ് ഏറ്റവും കുറവ് അവർക്കാണ്. ഒരു റൂമിൽ തന്നെ താമസിക്കുന്ന പല ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് വലിയ അടുപ്പമൊന്നും കാണത്തില്ല. കാരണം എല്ലാവരുടെയും വിചാരം ഞാൻ നാളെ പിരിഞ്ഞു പോകുന്ന ആളാണ്, എന്തിനാണ് പിന്നെ വെറുതെ ആവശ്യമില്ലാത്തൊരു അടുപ്പം. സാധാരണ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടൊരു ബന്ധുവൊക്കെ ഉണ്ടാവും, ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാധ്യതകൾ കുറവാണ്. കാരണം അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ അധികം കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന കൊള്ളാവുന്ന ഒരാളോട് കുറച്ചൊരു ആരോടെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കുകയും അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത്രത്തോളം ആശ്വാസം ഉണ്ടാവും. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഉള്ള ട്രീറ്റ്മെൻറ്റ് കാര്യം കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പം പോയി കഴിഞ്ഞാൽ മരുന്ന് എന്തും കഴിക്കേണ്ടി വരുമോ, ഈ മരുന്നുകൾ കൊണ്ട് പ്രശ്നമുണ്ടോ, നമ്മൾ തന്നെ ആദ്യം നോക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ മരുന്നൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വേണ്ട കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്തിട്ട് നേരെയാവുമെന്ന് നോക്കും. പറ്റത്തില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അല്പം മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ മരുന്ന് കൊടുക്കും. പക്ഷേ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഗ്രാജുവലായിട്ട് കുറച്ചു കൊണ്ടുവന്നിട്ട് നിർത്തുകയും ചെയ്യും. പ്രവാസ ജീവിതത്തിന്റെ ശക്തി എന്നത് മാനസികമായ ഊർജവും ആർജവുമാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് ശാസ്ത്രീയമായ രീതിയിൽ ചില നടപടികൾ ആവശ്യമാണ്. എന്തിനേയും നേരിടാനുള്ള ആർജവം എന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രയാസങ്ങൾ വരുമ്പോൾ പിന്മാറാവാത്ത മാനസിക ശക്തിയും. ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അസ്വസ്ഥതകളും ഒട്ടേറെയാണ് പ്രവാസ ജീവിതങ്ങൾക്ക്. അതൊരു സ്ഥായി ഭാവമായി മാറുകയാണ്. എങ്ങനെയാണ് നാട്ടിൽ പോയാലുള്ള അവസ്ഥ, ഇവിടെ തന്നെ എങ്ങനെ തുടരും, തുടർന്നു കഴിഞ്ഞാലുള്ള പ്രതിസന്ധി, ഇതൊക്കെ തന്നെ. എന്നാൽ ശ്രമിച്ചാൽ നേരിടാവുന്നതേയുള്ളൂ എല്ലാ കാര്യങ്ങളും എന്ന പോസിറ്റീവ് ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഗൾഫ് ഫോക്കസ് ന്യൂസ് ഇൻ ബ്രീഫ്. വിശുദ്ധ വ്രതമാസം വിട പറയാൻ ഇനി ദിനങ്ങൾ മാത്രം ബാക്കി. റംസാൻ അവസാന പത്തിലേക്ക് കടന്നു. നിരന്തരമായ പ്രാർത്ഥനകളുടെ ദിനരാത്രങ്ങളാണ് ഇനി. മഹത്തായ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഈത്തിഖാഫ് അഥവാ പള്ളികളിൽ ഭജനമിരിക്കുന്ന ദിനങ്ങൾ. റംസാനിലെ അവസാന പത്തിലെ ഒറ്റ രാവുകളിലൊന്നാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. 1000 മാസം ഇബാദത്ത് നടത്തുന്ന പ്രതിഫലമാണ് ഈ ഒറ്റ രാവിലൂടെ ലഭിക്കുന്നത്. 27ാം രാവാണ് ലൈലത്തുൽ ഖദറാകാൻ സാധ്യത കൂടുതലെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും വിശ്വാസി സമൂഹം റംസാൻ അവസാന പത്തിലെ എല്ലാ ഒറ്റ രാവുകളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു. ആരാധനാകർമ്മങ്ങൾ അധികരിപ്പിക്കുന്നു. ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സർവശക്തനോട് മാപ്പിരക്കുന്നു. പ്രാർത്ഥനകൾ കൊണ്ടും നമസ്കാരങ്ങൾ കൊണ്ടും മുഖരിതമാണ് പള്ളികളും ഭവനങ്ങളും. സർവശക്തനിലേക്ക് എല്ലാം അർപ്പിച്ച് വിശുദ്ധ വ്രതമാസത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ് ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ. UAE ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇഫ്താർ ടെന്റുകൾ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ്. വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് പേരാണ് ഇത്തരം ടെന്റുകളിൽ നോമ്പു തുറക്കാൻ എത്തുന്നത്. കാരുണ്യത്തിന്റെയും ദാനധർമാദികളുടെയും മാസമാണ് റംസാൻ. നോമ്പ് തുറക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതും ഏറെ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് തുറക്കാൻ UAE വിവിധ സ്ഥലങ്ങളിൽ നിരവധി ഇഫ്താർ ടെന്റുകളുണ്ട്. ഇതിൽ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അൽഖൂസിലെ ടെന്റ് ഏറെ ശ്രദ്ധേയമാണ്. അൽഖൂസിലെയും പരിസരത്തെയും തൊഴിലാളികളെ ഉദ്ദേശിച്ചൊരുക്കിയ ഈ ടെന്റിൽ ഒരേ സമയം 2500 പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രൂട്ട്സും ബിരിയാണിയും ജ്യൂസുമൊക്കെയായി സമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഇത് നമ്മൾക്കും വളരെ സംതൃപ്തിയാണ്. ഈ ആളുകൾ വരുന്നു, വളരെ ദയനീയ മുഖമുള്ള ഇഫ്താർ അനുഭവിച്ചിട്ടുള്ള ഈ ലേബേഴ്സ് ക്ലാസ് അവിടെ
വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇഫ്താർ അവർക്ക് കൊടുത്താൽ അതിലൊരു സംതൃപ്തി നമ്മൾക്കുണ്ട്, നമ്മളെ മാനേജ്മെൻറ്റിനുണ്ട്. നോമ്പ് തുടങ്ങി ഇഫ്താർ 30 ദിവസം നമ്മളിത് സെർവ് ചെയ്യുന്നുണ്ട്. റംസാൻ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. പ്രവാസി മലയാളികൾക്കിടയിൽ സാമൂഹ്യ സേവനം ആത്മാർത്ഥമായി ചെയ്യുന്ന ഒട്ടേറെ വ്യക്തികളും സംഘടനകളുമുണ്ട്. ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജാതിമത ദേശമൊന്നും നോക്കാതെ തന്നെ സ്വന്തം കാശെടുത്ത് പോലും സേവന സന്നദ്ധരായ മലയാളി സുഹൃത്തുക്കൾ. ഇതിൽ തൊഴിൽ സ്ഥലത്ത് വെച്ചോ താമസ സ്ഥലത്ത് വെച്ചോ മരണമടയുന്നവരുടെ തൊട്ട് അപകട മരണങ്ങളും ആത്മഹത്യാ മരണവും മറ്റും സംഭവിക്കുന്നവരുടെ വരെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നവർ. ഇത് നാമെല്ലാം ആദരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇത് ചിലരുടെ മാത്രം ഉത്തരവാദിത്തമായും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതോ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നും കരുതുന്നവർ നമ്മുടെ കൂടെയുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കുന്നവരിൽ 100% സേവന സന്നദ്ധരായ ആളുകളാണെന്നും അവർക്കൊക്കെ തൊഴിലോ ബിസിനസ്സോ ഉണ്ട് എന്നും അതൊക്കെ മാറ്റിവെച്ചാണ് പലരും ദൈവമാർഗത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നും ഓർക്കേണ്ടതുണ്ട്. വ്യക്തിപരമായ നഷ്ടം പലരും സഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പേരിൽ ചില തൽപര കക്ഷികൾ അവരും മറ്റും ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവാസ്തവം പലർക്കിടയിലും എത്തിക്കുന്നതായി ഞങ്ങൾ അറിയുന്നു. യഥാർത്ഥ സേവനം, യഥാർത്ഥ സേവകർ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.